ഇന്നലെ സ്കൂളില്ലാത്തത് കാരണം ഒരു 5 മിനിറ്റ് കൂടുതൽ കിടക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു 5 മിനിറ്റ് അരമണിക്കൂറായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കണ്ണ് തുറന്ന് ഓടിപ്പോയി കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് ലഞ്ചൊന്നും വേണ്ടെങ്കിലും കുഞ്ഞാക്കാക്ക് ചോറൊക്കെ കൊടുത്തു വിടണം. അങ്ങനെ ഫസ്റ്റിന് കിച്ചണിൽ വന്നപാട് ചോറിനുള്ള വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ കറിയായിട്ട് റെഡിയാക്കി എടുക്കുന്നത് സാമ്പാറാണ് കേട്ടോ. ഞാൻ രാത്രി തന്നെ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും വലിയൊരു ഹറിബറി ഒന്നുമില്ല. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പുളിയൊക്കെ വെള്ളത്തിലിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് തലേദിവസം ചെയ്ത് വെച്ചാൽ കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇന്നത്തെ സാമ്പാർ ഞാനൊന്ന് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇത് ഇന്നലെ വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ്. ആദ്യം നമ്മൾ മസാലപ്പൊടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ പച്ചക്കറികളൊക്കെ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ സാമ്പാർ വെച്ചെടുക്കുന്നത്. ഇങ്ങനെ റെഡിയാക്കി എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ആദ്യം സാമ്പാർ വെക്കുന്ന രീതിയിലാണ് കേട്ടോ ഒന്നുകൂടെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ അരിയൊക്കെ തിളച്ചപ്പോൾ അതങ്ങ് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ട് സാമ്പാർ കുക്കറിൽ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാർ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അതിലേക്ക് നമുക്ക് നീർദോശയാണ് കേട്ടോ സെറ്റാക്കി എടുക്കുന്നത്. ഞാൻ എന്നും എന്താണോ കറി അതിലേക്ക് കോമ്പിനേഷനായിട്ട് എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാറ്. പച്ചരി അരച്ച് ദോശ ചുടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നമ്മുടെ കയ്യിൽ പച്ചരിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ ദോശ സെറ്റാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതാ ഓരോ ദോശയൊക്കെ ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ മീൻ വണ്ടീൻ്റെ ഓണടി കേട്ടത്. പിന്നെ വേഗം പോയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ മീനൊക്കെ വെട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സാമ്പാറും കൂടെ ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുത്താൽ നമ്മുടെ ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ കുഞ്ഞാക്കാക്കുള്ള ലഞ്ചും കൂടെ ഒന്ന് പാക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറും സാമ്പാറും അതുപോലെ കുറച്ചൊരു വെളുത്തുള്ളി അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ആക്കിയതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.